ഉദ്ധവിന്റെ ശിവസേന വീണ്ടും പിളർപ്പിലേക്ക്. UBT ഓർമ്മ ആയേക്കുമോ? മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചലനങ്ങൾക്ക് വഴിയൊരുങ്ങുന്നതിനായി റിപ്പോർട്ടുകൾ. ഉദ്ധവ് താക്കറുടെ നേതൃത്വത്തിലുള്ള ശിവസേന വിഭാഗത്തിൽ നിന്ന് 16 MLA-മാരും 6 MP-മാരും പാർട്ടി വിടാൻ ഒരുങ്ങുന്നതായാണ് പുറത്തുവരുന്ന സൂചനകൾ. NDA സഖ്യത്തിന്റെ ഭാഗമായ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിലേക്ക് ഇവർ ചേക്കേറുമെന്നാണ് റിപ്പോർട്ട്. ഇത് യാഥാർത്ഥ്യമായാൽ 2022-ലെ വലിയ രാഷ്ട്രീയ പിളർപ്പിന് ശേഷം ഉദ്ധവ് താക്കറുടെ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ആകുമിത്. ബാൽ താക്കറെ സ്ഥാപിച്ച ശിവസേനയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെ ചൊല്ലിയുള്ള പോരാട്ടം വീണ്ടും നിർണായക ഘട്ടത്തിലെത്തുകയാണ്. ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഉദ്ധവ് താക്കറുടെ നേതൃത്വത്തിൽ പാർട്ടി മുന്നോട്ടു പോകുന്ന രാഷ്ട്രീയ ദിശയോട് നിരവധി നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് BJP വിരുദ്ധ നിലപാടുകളും കോൺഗ്രസുമായും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായുമുള്ള അടുപ്പവും ശിവസേനയുടെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് വ്യതിചലനമാണെന്നാണ് വിമത വിഭാഗത്തിന്റെ ആരോപണം. ഉദ്ധവ് താക്കറെയും മകൻ ആദിത്യ താക്കറെയും സ്വീകരിച്ച രാഷ്ട്രീയ സമീപനങ്ങൾ ബാൽ താക്കറെ ഉയർത്തിപ്പിടിച്ച ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ദുർബലമാക്കിയെന്നാണ് പാർട്ടി വിടാനൊരുങ്ങുന്ന നേതാക്കളുടെ വാദം. 2022-ൽ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുണ്ടായ കലാപമാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചത്. അന്ന് വലിയൊരു വിഭാഗം MLA-മാർ ഉദ്ധവ് താക്കറയെ വിട്ട് ഷിൻഡെയോടൊപ്പം ചേർന്നതോടെ മഹാവികാസ് അഘാഡി സർക്കാർ വീഴുകയും പുതിയ സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷിൻഡെ വിഭാഗത്തെയാണ് യഥാർത്ഥ ശിവസേനയായി അംഗീകരിച്ചത്. പാർട്ടിയുടെ പേരും ചിഹ്നവും ഷിൻഡെ വിഭാഗത്തിന് ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ശിവസേന എന്ന പേരിലാണ് ഉദ്ധവ് വിഭാഗം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായേക്കാം. MLA-മാരും MP-മാരും അടങ്ങുന്ന ഒരു വിഭാഗം കൂട്ടത്തോടെ ഷിൻഡെയുടെ ശിവസേനയിലേക്ക് ചേക്കേറുവാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. ഇത് സംഭവിച്ചാൽ നിയമസഭയിലും ലോകസഭയിലും ഉദ്ധവ് വിഭാഗത്തിന്റെ ശക്തി ഗണ്യമായി കുറയും. മാത്രമല്ല പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെയും ഇത് ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ശിവസേനയുടെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായക ഘട്ടമാണിത്. കൂടുതൽ നേതാക്കൾ പാർട്ടി വിട്ടാൽ ഉദ്ധവ് വിഭാഗത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുക. ബാൽ താക്കറെയുടെ പാരമ്പര്യത്തിനായുള്ള പോരാട്ടം വീണ്ടും ശക്തമാകുമ്പോൾ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് മുന്നിൽ നിലനിൽപ്പിന്റെ വെല്ലുവിളിയാണ് ഉയരുന്നത്. വരുന്ന ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റുമോ എന്നതാണ് ഇനി ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.